പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാ കാര്യങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥി തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവം എന്ത് ചെയ്തു? അവിടെ അയച്ചു. ഇത് കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ പത്രോസ് ഈ അഭിഷേകം പ്രാപിച്ചവരെ ബദലെല്ലാം കേട്ട് ധാരാളം ആൾക്കാർ എന്ത് ചെയ്തു? ഓടിക്കൂടി. ധാരാളം ആൾക്കാർ ഓടിക്കൂടിയിട്ട് ഇവരോട് പറയണം, നിങ്ങൾ വീഞ്ഞു കുടിച്ചാണ്, കള്ള് കുടിച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പത്രോസ് അങ്ങനെയല്ല, യോവേൽ പ്രവാചകൻ 1500 വർഷം പ്രവചിച്ചതാണ്. ഞാൻ അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേരും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാരുടെ പേര് ദാസന്മാരുടെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരം അവരെല്ലാം പ്രവചിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവചനം എന്ത് ചെയ്തു? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. അവരെ കുറിച്ച് പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ബോർഡ് 36-ാമത്തെ വചനമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. 36 വായിക്കാൻ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, യേശുവിനെ തന്നെ ദൈവം കർത്താവ് ക്രിസ്തുവാക്കി വെച്ചു. നിശ്ചയമായി അറിഞ്ഞു. വന്നുകൂടിയ യഹൂദന്മാരോട് പത്രോസ് വിളിച്ചു വരുന്ന കാര്യം, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ തന്നെ എന്ത് ചെയ്തു? പിതാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ നിങ്ങൾക്ക് ദൈവവും കർത്താവുമാക്കി വെച്ചു. യഹൂദന്മാരോട് കുറിച്ച് നിങ്ങൾ മുന്നോട്ടൊക്കെ വായിക്കണം. അപ്പൊ അവിടെ ഉണ്ട് അതിന്റെ 23 മുതൽ അവിടെ പറഞ്ഞ് വായിക്കുമ്പോൾ, നസറേനായ യേശുവിനെ ദൈവത്തിന്റെ അധർമ്മിയുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണഭാഷകളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമാണ്. മക്കൾക്കത് യേശുവിനെ മരണം പിടിച്ചു വെക്കാൻ അസാധ്യം. ആ ഭാഗം പ്രസംഗിക്കുന്നതിന് അടുത്ത് പിന്നെ പ്രസംഗിക്കുക. ഹാലേലൂയ. അപ്പൊ മനസ്സിലായോ? ഈ വന്നു കൂടിയെടുത്ത് പത്രോസ് എഴുതി പ്രസംഗിക്കുകയാണ്, നിങ്ങൾ തന്നെ ക്രൂശിച്ചു കൊന്ന യേശുവിനെ പിതാവായ ദൈവം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർ ചെയ്ത തെറ്റു കുറ്റങ്ങളെ പത്രോസ് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ ചെയ്ത തെറ്റു കുറ്റങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത യേശുവിനെയാണ് ഞങ്ങൾ എന്ത് ചെയ്ത്? ക്രൂശിച്ചു കൊന്നേ എന്നൊരു കുറ്റ പോലെ എന്ത് ചെയ്തു? അവരെ ഉള്ളിലോട്ട് വന്നു. ഹല്ലേലൂയ. അപ്പോൾ പത്രോസിനോട് പറയുകയാണ്, ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ എന്തുകൊണ്ടു? ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരും സഹോദരമായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്നാ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. എന്തിന് മാനസാന്തരപ്പെടണം? നിങ്ങൾ ചെയ്ത തെറ്റുകളെ ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. അത് വായിക്കാമോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഹല്ലേലൂയ. ഓരോരുത്തരും എന്തിനു വേണ്ടി സ്നാനമേൽക്കേണ്ടേ? നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി. എന്തിനു വേണ്ടി സ്നാനമേൽക്കേണ്ടേ? നമ്മുടെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാപത്തെ മുഴുവൻ വെള്ളത്തിൽ കുഴിച്ചിടുക. സ്നാനം വാക്കിന്റെ അർത്ഥം എന്താണ്? കുളിക്കുക.
പാവെന്ന വാക്കിന്റെ അർത്ഥം കുളിക്കുക. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയാം പാവം എന്ന വാക്കിന്റെ അർത്ഥം കുളിക്കുക എന്നാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു ക്ലാസ്സിൽ പോയിട്ട് വെള്ളം എടുത്ത് തലയിൽ കുളിയാവോ? അല്ലെ ദേഹത്ത് അല്പം വെള്ളം തളിച്ച് കുളിയാവോ? കുളിക്കണം എന്ത് ചെയ്യണം? ശരീരം മുഴുവനും വെള്ളം പോലെ ഒഴിച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഒന്നിൽ വെള്ളത്തിൽ പോയി മുങ്ങി കുളിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ശരീരം മുഴുവനും നനയണം. അതാണ് കുളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന സ്നാനം എന്ന് പറയുന്നത് യേശു എവിടെയാണ് പോയി സ്നാനപ്പെട്ടത്? യോർദാൻ നദി. പള്ളിക്കകത്താണോ? പള്ളിക്കകത്തല്ല സ്നാനം യേശു എടുത്തത്. യേശു എവിടെ പോയി എടുത്തത്? യോർദാൻ നദി. സ്നാപക യോഗന എവിടെയാണ് സ്നാനം കൊടുത്തത്? യോർദാൻ നദിയിൽ. യേശു ശിഷ്യന്മാർ എവിടെയാണ് സ്നാനം കൊടുത്തത്? എല്ലാവരും എവിടെയാണ് സ്നാനം കൊടുത്തത്? യോർദാൻ നദി. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയാണ്. ആരെ പറഞ്ഞ? പത്രോസ്, സഭയുടെ തലവൻ, ആദ്യത്തെ പോപ്പായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തർ സ്നാനമേൽപ്പിൻ. ഓരോരുത്തർ സ്നാനമേൽപ്പിൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് ആർക്കേ കിട്ടത്തുള്ളൂ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് മാറുന്ന കൊടുക്കുന്നത്. എല്ലാവർക്കും അഭിഷേകം കിട്ടത്തില്ല. അന്ന് പിടിച്ച് ഓടെ കിടക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. ദൈവവുമായിട്ട് ചേർന്ന് ജീവിക്കുന്നില്ല. ജീവിച്ചാലും മരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്നാനം ലഭിക്കുന്നത്. അഭിഷേകം വേണോ? ഞാനിവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെടും. ഒന്നാമത് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് ഓരോരുത്തർ എന്ത് ചെയ്യണം? ഒന്നാമത് മാനസാന്തരപ്പെടണം. എന്തിനു വേണ്ടി സ്നാനപ്പെടേണ്ടത്? മാനസാന്തരം. അടുത്ത് പറയുന്നു, മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനമേൽക്കണം. അപ്പോൾ എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. ഹല്ലേലൂയ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. രണ്ടാമത് സ്നാനമേൽക്കുക. ഹല്ലേലൂയ. അടുത്താണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഇത് നമ്മൾ താഴോട്ട് വായിക്കാം. വായിക്കുമ്പോൾ ഒന്ന് വായിക്കുക. അഭിഷേകം കിട്ടും. സ്നാനപ്പെട്ടുമ്പോൾ അഭിഷേകം കിട്ടും. അടുത്ത് പറയുന്നു, ഈ വാഗ്ദത്തം, ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ച് വേർതിരിക്കുന്ന സകലവർക്കും ഉള്ളതാണ് ഈ മാനസാന്തരവും സ്നാനവും അഭിഷേകം. മറ്റ് പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവന്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു. അന്ന് എത്ര പേർ സ്നാനപ്പെട്ടു? 3000 പേർ സ്നാനപ്പെട്ടു. അടുത്ത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവർ അപ്പോസ്തലന്മാർ എന്ത് കേട്ടു? ഉപദേശം കേട്ടു. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. അപ്പൊ ഇതില് നമ്മൾ കാണുമ്പോൾ ക്രിസ്തീയ ജീവിതത്തില് 7 അടിസ്ഥാന ഉപദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ഉപദേശം? 7 അടിസ്ഥാന ഉപദേശം. ക്രിസ്ത്യനിലെ 7 അടിസ്ഥാന ഉപദേശം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്നാമത് മാനസാന്തരപ്പെടുക. രണ്ടാമത് സ്നാനപ്പെടുക. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നാലാമത് ഉപദേശം കൈക്കൊള്ളുക. അഞ്ചാമത് കൂട്ടായ്മ ആചരിക്കുക. ആറാമത് അപ്പം നിർത്തുക. ഏഴാമത് പ്രാർത്ഥന കഴിക്കുക. ക്രിസ്ത്യ ജീവിതത്തിലെ 7 അടിസ്ഥാന ഉപദേശം കേട്ടിരിക്കണമേ. ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്ത്യ ജീവിതത്തിലെ 7 അടിസ്ഥാന ഉപദേശത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നതല്ല, ദൈവം നിങ്ങളോട് പറഞ്ഞു. ഈ ബൈബിളിൽ എഴുതിയ കാര്യം. ഒന്നാമത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. രണ്ടാമത് സ്നാനപ്പെടുക. മൂന്നാമത് അഭിഷേകം പ്രാപിക്കുക. നാലാമത് കൂട്ടായ്മ ആചരിക്കുക. അടുത്ത് ഉപദേശം. അടുത്ത് പറയുന്നത് അപ്പം നുറുക്കുക. അടുത്ത് പറയുന്നു പ്രാർത്ഥന കഴിക്കുക. ഹല്ലേലൂയ.
ഇപ്പോൾ ഞങ്ങളോട് പറയാണ് ഒരു പറഞ്ഞ് പണിയൊന്നും പോണ്ട. ഹല്ലേലൂയ. ബൈബിൾ വ്യക്തമായിട്ട് പറയാണ് കൂട്ടായ്മ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു 6 ദിവസം അധ്വാനത്തിന്റെ വേലയൊക്കെ എന്നാൽ ശവത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. അടുത്ത് പറയുന്നത് ദൈവദാസന്മാർ പറയുന്ന ഉപദേശത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ കൈക്കൊള്ളണം. യേശുക്രിസ്തു പറഞ്ഞ കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തി തരും. ഹല്ലേലൂയ. ഇപ്പോ നിങ്ങളുടെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒരു ദൈവദാസന്റെ ഉപദേശം നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവദാസന്റെ പോലും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ നമുക്കിത് ഉപദേശിച്ചു. മനസ്സിലാകുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവം തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ 7 അടിസ്ഥാന ഉപദേശം എന്ന് പറയാമോ? ഒന്നാമതാണ് മാനസാന്തരപ്പെടുക, സ്നാനമേൽക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഉപദേശം കൈക്കൊള്ളുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം തുറക്കുക, പ്രാർത്ഥന കഴിക്കുക. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിലെ 7 അടിസ്ഥാന ഉപദേശം എന്ന് പറയാമോ? മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഉപദേശം കൈക്കൊള്ളുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നിർത്തുക, പ്രാർത്ഥന കഴിയുക. മനസ്സിലായോ? പഠിക്കാമോ? എല്ലാവരും കേട്ടിട്ട് ഹല്ലേലൂയ. മനസ്സിലായോ? ക്രിസ്തീയ ജീവിതത്തിലെ 7 അടിസ്ഥാന ഉപദേശം ഏതൊക്കെയാണ്? മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഉപദേശം കൈക്കൊള്ളുക, കൂട്ടായ്മ ആചരിക്കുക, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ 7 ഉപദേശമാണ് ഏറ്റവും അടിസ്ഥാനപ്പെട്ടത്. ഹല്ലേലൂയ. ധാരാളം ഉപദേശങ്ങളുണ്ട്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന ഈ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഒരാള് ആദ്യമായിട്ട് ദൈവഭാഗത്ത് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത് എന്ത് ചെയ്യണം? മാനസാന്തരം. രണ്ടാമത് പാപത്തിന് മുഴുവനായി സ്നാനം എടുക്കണം. മൂന്നാമത് ഈ സ്നാനം എടുക്കുമ്പോൾ അഭിഷേകത്തെ പകരം അഭിഷേകം പ്രാപിക്കുക. നാലാമത് ഉപദേശം, ദൈവദാസൻ പറയുന്ന ഉപദേശം കൈക്കൊള്ളുക. അഞ്ചാമത് കൂട്ടായ്മ ബന്ധം, കൃത്യമായിട്ട് എല്ലാ ആഴ്ച പ്രാർത്ഥനയ്ക്ക് വരിക. അടുത്ത് പറയുന്ന അപ്പം നുറുക്കുക, അടുത്ത് പ്രാർത്ഥന കഴിക്കുക. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ 7 അടിസ്ഥാനം. നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? നേരത്തെ അറിയാമായിരുന്നു? ഇനി ധാരാളം ഉപദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ പത്രോസിന്റെ പ്രസംഗം കേട്ട് വന്നവർ അപ്പൊ ടക്കര വരും. അവർക്ക് ബൈബിൾ എന്തെങ്കിലും അറിയാമോ? ബൈബിളിന്റെ ABCD അവർക്ക് അറിയത്തില്ല. പത്രോസിന്റെ പ്രസംഗം കേട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു? അവിടെ ഹൃദയത്തിൽ കുത്തുണ്ടായി. ഹൃദയത്തിൽ അവന്റെ പ്രസംഗം കേട്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, യേശുവിന്റെ കുരിശിൽ തെറ്റായി പോയി എന്നൊരു തോന്നലാണ് ഹൃദയത്തിൽ കുത്തുണ്ടായി. അപ്പൊ ചോദിക്കണം, അല്ലയോ പത്രോസേ, അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്ക് ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലേ ഒന്ന് വായിക്കാമോ? അല്ലേ 10 ശേഷം അപ്പോസ്തല സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. നിങ്ങൾ യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുകയും എല്ലാം ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനം ഏൽക്കണം. ഇത് പറഞ്ഞ ഉടനെ അവർ സ്നാനം ഏറ്റോ ഇല്ലയോ? പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? 3000 പേർ. അവര് ചില ആൾക്കാർ പറയാറുണ്ട്, ചാടിക്കേറി സ്നാനം എടുക്കല്ലേ, ബൈബിളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് സ്നാനം എടുക്കാവും. അങ്ങനെയല്ല ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാവുന്നോ അപ്പോ സ്നാനം എടുത്തിരിക്കണം. എപ്പോ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നോ അപ്പോൾ സ്നാനം എടുക്കണം. പത്രോസിന്റെ അടുക്കൽ 3000 പേർ ആ സെക്കൻഡ് പ്രസംഗം നിൽക്കുകയാണ്. ഉടനെ പ്രസംഗം കഴിഞ്ഞ ഉടനെ പത്രോസ് സ്നാനം കൊടുക്കുകയാണ്. എത്ര പേര്? 3000 പേര്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേറെ ശബ്ദങ്ങൾ വായിക്കാമോ? ഇതൊരു അപ്പോസ്തല പ്രവൃത്തി 8:30 വായിക്കാമോ? 8:30. അപ്പോസ്തല പ്രവൃത്തി 8:30. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം
പോയി. രോഗം കത്രിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവരോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. എന്ത് വിരോധം എന്ന് ചോദിച്ചു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് ആരെന്നറിയാമോ? എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനാണെന്ന് വരുന്നത്. ഹല്ലേലൂയ. വലിയ ധനമാണ്, രാജാവിന്റെ പ്രധാന ആളാണ് വരുന്നത്. ഹല്ലേലൂയ. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനാണ് വരുന്നത്. ഹല്ലേലൂയ. ഈ ഷണ്ഡ ഇപ്പൊ ഫിലിപ്പോസ് ദൈവാത്മ പറയണം, ഇങ്ങനെ ഒരാള് പറയണം, നീ വഴി പോയി ഇരിക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് അവിടെ നിന്നു. അപ്പൊ ഷണ്ഡൻ പറയണം, അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുകയാണ്. അവനൊന്നും മനസ്സിലാവുന്നില്ല. ദൈവാത്മ പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ചേർന്ന് നടന്നിട്ട് ഫിലിപ്പോസ് ഷണ്ഡനോട് ചോദിച്ചു, നീ ബൈബിള് വായിക്കുന്നത് വല്ല മനസ്സിലാവുന്നുണ്ടോ? ബൈബിള് വായിക്കുന്നുണ്ട്, നല്ല മനസ്സിലാവുന്നുണ്ടോ? നീ കുറെ നേരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നു, ബൈബിള് വായിക്കുന്നുണ്ട്, നല്ല മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് കുഞ്ഞാട് അറുക്കുന്ന കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫിലിപ്പോസ് ഈ ഷണ്ഡന്റെ രഥത്തിൽ കയറാൻ പറഞ്ഞു. കയറ്റി ഇരുത്തി. എന്നിട്ട് ഫിലിപ്പോസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കുഞ്ഞാട് അറുക്കപ്പെട്ടെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കാര്യങ്ങൾ പ്രവാചകൻ കുഞ്ഞാടിലൂടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ സ്നാനത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് മുമ്പിലോട്ട് പോകുമ്പോൾ ഇത് വെള്ളമുള്ള സ്ഥലമെത്തുകയാണ്. കണ്ടപ്പോൾ ഇതാ വെള്ളം, സ്നാനം എടുക്കാൻ വേണ്ടി തടസ്സമുണ്ടോ? ഫിലിപ്പോസിന്, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സ്നാനം എടുക്കാന്ന് പറഞ്ഞു. ആ ഷണ്ഡൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ തന്നെ എന്ത് ചെയ്തു? അപ്പൊ കണ്ട് പരിചയപ്പെട്ടേ ഉള്ളൂ. അപ്പോൾ ദൂരെ പറഞ്ഞേ ഉള്ളൂ, നീ നിനക്ക് നല്ല നടപ്പ്, നീ 6 മാസത്തിൽ നോക്കിയിട്ട് സ്നാനം തരാമെന്ന് ഫിലിപ്പോസ് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്നത്തെ പാസ്റ്റർമാർ പറയും, നിങ്ങളെ നോക്കി ഞാൻ 6 മാസം നല്ല നടപ്പ് നടത്തിയിട്ട് വേഗം നടക്കണമെങ്കിൽ സ്നാനം തരാൻ പറയും. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ അഭിഷേകം ഫിലിപ്പോസ് പറയുകയാണ്, ഇപ്പൊ സ്നാനമാണ്. പക്ഷെ ഓരോ കണ്ടിട്ടുള്ളൂ, നീ യേശു തന്നെ ദൈവപുത്രൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. സ്നാനം എടുക്കാന്ന് പറഞ്ഞ് അപ്പൊ പോകുന്ന വഴിയിൽ തന്നെ വെള്ളം കണ്ട് എന്ത് ചെയ്തു? അവനെ പിടിച്ച് വെള്ളത്തിൽ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, സ്നാനം 6 മാസം കഴിഞ്ഞില്ല. നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് മാനസാന്തരം വരുന്നോ, എപ്പോൾ നിങ്ങൾ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നോ, ആ സെക്കൻഡ് നിങ്ങൾ സ്നാനപ്പെടണം. ചില ആൾക്കാർ പറയുന്ന കാര്യം, 2 സ്നാനം എടുക്കാൻ പാടില്ല, 1 സ്നാനം എടുക്കാം. ഞാൻ പറയുന്നത് ബുധനാഴ്ച സ്നാനമുണ്ട്. ഇനി ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ സ്നാനപ്പെടാൻ വേണ്ടി വാക്കിൽ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, ഞാൻ പള്ളിയിൽ പോയി തളിപ്പിച്ച് സ്നാനം എടുക്കും, ഇനി സ്നാനം കേൾക്കണം. ഒരു സ്നാനം, ബൈബിളിൽ 2 സ്നാനം കൊടുത്തതായിട്ട് എനിക്ക് അറിയത്തില്ല. ബൈബിളിൽ 2 സ്നാനം കൊടുത്തിട്ടുണ്ടോ? വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി, എല്ലാം ബൈബിളിലോട്ട് എടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം, അതിന്റെ 1 മുതൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചു.
കണ്ടോ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ഉണ്ടെന്ന് പോലും അവർ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞത് കേൾക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. പൗലോസിന്റെ ശിഷ്യന്മാരാണ്. എവരെയാ? ശിഷ്യന്മാരെ നടക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അവർക്കറിയത്തില്ല. അടുത്ത് വായിക്കാം. പൗലോസ് ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? നിങ്ങൾ സ്നാനപ്പെട്ടോ? അവർ പറഞ്ഞു ഓക്കെ സ്നാനപ്പെട്ടു. അപ്പൊ പൗലോസിനോട് പൗലോസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ആരാണ് സ്നാനിക്കുന്നത്? യോഹന്നാനെ സ്നാനം കഴിപ്പിച്ചെന്ന് പറഞ്ഞ അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം വായിക്കും. എന്ന് പറഞ്ഞു. ഇത് കേൾക്കവേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്ഥാനമേറ്റു. പൗലോസ് അവരോട് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളമായിരുന്നു. ഇവിടെ പറയുന്നത് യോഹന്നാൻ ഒരിക്കൽ സ്നാനം കഴിപ്പിച്ചു. എന്തിനു സ്നാനം? അത്ര യോഹന്നാനെ വിളിച്ചു പറഞ്ഞ കാര്യത്തിൽ അറിയാമോ? സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സ്നാനം ഏൽക്കാൻ പറഞ്ഞു. മാനസാന്തരപ്പെട്ടതിന് ശേഷം അല്ല യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്തത്. മാനസാന്തരപ്പെടുന്നവര് മുമ്പ് വന്നവരെല്ലാം എന്ത് ചെയ്തു? വിളിച്ച് സ്നാനം കൊടുത്തു. അപ്പൊ അടുത്ത പറയുന്ന പൗലോസ് പറയും യോഹന്നാൻ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാനുള്ള സ്നാനമാണ് തന്നത്. തന്റെ പിന്നാലെ വരുന്നവനായ യേശു ക്രിസ്തുവിൽ ജനത്തോട് പറഞ്ഞു. ഇവിടെ പറയുന്നു ഒരിക്കൽ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് സ്നാനം കൊടുത്തു. എന്നിട്ട് ഇവരാരും ക്ലിയർ ആയത് പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഇവർ എന്ത് ചെയ്തില്ല? വെള്ളത്തിൽ കുഴിച്ചിട്ടില്ല. ഇവർ ഈ വെള്ളത്തിൽ പാപങ്ങളെ കുഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ മേലെ എന്ത് വരാത്തത്? പരിശുദ്ധാത്മ വരാത്തത്. യോഹന്നാന്റെ കൈക്ക് സ്നാനമായിട്ട് ഓക്കെ. പക്ഷെ യോഹന്നാൻ വിളിച്ചോണ്ട് മാനസാന്തരപ്പെടാണ്ടതിനെ എന്ത് ചെയ്ത് സ്നാനം കൊടുത്തത്. പക്ഷേ പാപത്തെ എന്ത് ചെയ്തില്ല? കുഴിച്ചിട്ടില്ല. പാപത്തെ കുഴിച്ചിടുന്നതാണ് സ്നാനം. അപ്പൊ വീണ്ടും പൗലോസ് അവരെ പിടിച്ച് വെള്ളത്തിൽ പൊക്കി സ്നാനം കൊടുക്കുക. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കാൻ വേണ്ടി. കണ്ടോ ഇവിടെ പറയും എന്നാൽ ഏതായാലും സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചത് യോഹന്നാന്റെ സ്നാനം എന്ന് അവൻ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമന്ത്രി കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനെ യേശു വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. വീണ്ടും എന്ത് ചെയ്യും? രണ്ടാമത് പൗലോസ് സ്നാനം കൊടുക്കുകയാണ്. സ്നാനമേറ്റു. ഹല്ലേലൂയ. അടുത്ത് പറയണം അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മ അവിടെ മേൽ വന്നു. അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നത്. പകൽക്കാലം ഞാൻ പറയാം, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം, അയ്യോ ഞാൻ പള്ളിക്ക് കളിച്ച് സ്നാനം എടുത്ത് രണ്ടാമത് സ്നാനം ആക്കുന്നത് പറയണ്ട. ഓരോ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനമാണ്. വെള്ളത്തിൽ ഞാൻ ഇപ്പോ വീഡിയോ കാണുന്നവരുണ്ട്. ഞാൻ പറയാം പല പള്ളിയിൽ അച്ഛന്മാരെ എനിക്ക് രഹസ്യ സ്നാനം എടുത്തിട്ട് കോർക്കൊണ്ട് നടക്കുന്നത്. പേര് ചോദിച്ച രഹസ്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പള്ളിയിൽ അച്ഛന്മാർ 90% പേര് എന്ത് ചെയ്തു? സ്നാനപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഈ സംഘടന നോക്കി അവരെ സ്ഥാനം ജനിക്കാതിരിക്കാൻ വേണ്ടി അവർ ജനത്തോട് പറയുന്നില്ല എന്ന് മാത്രം. 90% അച്ഛന്മാരുടെ സ്നാനം എടുത്തിട്ടാണ് ഈ നാടകങ്ങളെല്ലാം കളിക്കുന്നതും ഈ കള്ളത്തല്ലിന് കൂട്ടി നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മുന്നിൽ ഈ വചനം ആരൊക്കെ തന്നെ ഈ സത്യം മറച്ചു വച്ചാലും ദൈവത്തിന്റെ വചനത്തെ മറച്ചു പിടിക്കാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. ആന്റിന് തെളിവാണ്. നമ്മുടെ കൂടെ ആന്റിന് വന്നില്ല. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞു ഒരു അച്ഛൻ ഈ പള്ളികൾ അച്ഛൻ തന്നെ സ്നാനം എടുക്കാമെന്ന് അവർ കണ്ടു.
ഹല്ലേലൂയ. അവര് പറഞ്ഞാണ് ഈ പള്ളിയിൽ മുമ്പ് അച്ഛൻ സ്നാനം എടുക്കുന്നത് അവര് ഞാൻ ഇവിടെ ചെന്നൈ പോയാണ് അവരെന്ത് ചെയ്തത്, സ്നാനമെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആന്റി അച്ഛനോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾ എന്താണ് സ്നാനം എടുക്കുന്നത്? അവരാണ് ബൈബിളിൽ ഏത് സ്നാനം എടുക്കാണ് പറഞ്ഞത്. അങ്ങനെ സ്നാനം എടുക്കും. പിന്നെ നിങ്ങളത് പള്ളിയിൽ പറയുന്നത്, പള്ളിയിൽ പറഞ്ഞ സ്ഥാനം കോട്ട് തെറിക്കും, കിട്ടിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് പള്ളിക്കാർ പറയുമ്പോൾ നമുക്ക് പള്ളിയിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ദൈവത്തിന്റെ വചനം പ്രമാണം സ്നാനം എടുക്കാതെ ഞാൻ പറയാം, അച്ഛന്മാർ വരെ രഹസ്യമായിട്ട് സ്നാനം എടുക്കുന്നുണ്ട്. അവരെ എടുത്തിട്ട് അവർ സ്വർഗ്ഗത്തിൽ പോകും. നിങ്ങളെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ സ്നാനം എടുക്കുന്നത്? ഒരു വചനം കൂടി വായിക്കാം. പ്രാർത്ഥിക്കാം. റോമർക്കെതിരെ 6-ാം അധ്യായം വായിക്കും. റോമർ 6. നാം എന്ത് പറയേണ്ടത്? കൃപ ഭരിക്കേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാളും നല്ലത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിന് ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എന്തിനാണ് സ്നാനം എടുക്കുന്നത്? യേശുവിനോട് ചേരാം. എന്തിനു വേണ്ടി സ്നാനം എടുക്കുന്നത്? യേശുവിനോട് ചേരാം. ഒന്നാമത് പൗലോസ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സ്നാനം എടുക്കണം. നിങ്ങളുടെ വലിയ എത്ര വലിയ കൊലപാതകം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും യേശു ക്ഷമിക്കും. ആ പാപത്തെ എന്ത് ചെയ്യണം? നമ്മൾ വെള്ളത്തിൽ കുഴിച്ചിടുന്ന സ്നാനം. അപ്പോ സ്നാനപ്പെട്ട് കരയിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ആരോട് ചേരുകയാണ്? യേശുവിനോട് ചേരുകയാണ്. ഒരു പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനോട് ജീവിക്കാൻ പറ്റത്തില്ല. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് യേശു ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മള് പാപത്തെ വെള്ളത്തിൽ കുഴിച്ചിട്ട് കരയിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ്? നീതിമാനായി മാറുകയാണ്. ഹല്ലേലൂയ. നീതിമാനായി വെള്ളത്തിൽ കയറി വരുമ്പോൾ നമ്മൾ ആരോട് ചേരുകയാണ്? യേശുവിനോട് ചേരുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പാപത്തെ വെള്ളത്തിൽ മുങ്ങിയിട്ട് കുഴിച്ചിട്ട് കരയിൽ കയറി വരുമ്പോ നിങ്ങളെ സ്വീകരിക്കാൻ, നിന്നോട് ചേർത്ത് പിടിക്കാൻ കരയിൽ ആര് നിൽപ്പുണ്ട്? യേശു നിൽപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനോട് ചേരുകയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം. അപ്പോൾ സ്നാനം എന്തിനു വേണ്ടിയാണ്? യേശുവിനോട് ചേരാം. പാപം എന്തിനു വേണ്ടി? യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നിങ്ങൾ വായിക്കും. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോ നമ്മുടെ യേശു കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനം എടുക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ യേശുവിനെ കുഴിച്ചിടുന്ന പോലെ നമ്മളെ വെള്ളത്തിൽ എന്ത് ചെയ്യാണ്? കുഴിച്ചിടുകയാണ്. അതിന്റെ മുകളിലത്തെ വചനം പറയുന്നത് പോലെ അതിന്റെ 3-ാമത്തെ വചനം അല്ല, യേശു ക്രിസ്തുവിനോട് അതിന്റെ 2-ാമത്തെ വചനം ഒരു നാൾ പറഞ്ഞു, പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവരെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ പറയാം, ഈ സത്യം അറിഞ്ഞവർക്ക് ഇനി അസത്യത്തിന് കൂടെ കൂട്ടിരിക്കാൻ പറ്റുമോ? ഇപ്പോ നമുക്കറിയാം, പലരും പല ചർച്ചകൾ മാറി മാറിപ്പോകുന്ന കാരണം എന്താണ്? അവരെ സത്യം അറിയുമ്പോൾ പിന്നെ ആരും എന്ത് ചെയ്യത്തില്ല, അവരെ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് സത്യം അറിഞ്ഞ കള്ളത്തെ നിങ്ങൾ കൂട്ടിയിരിക്കാൻ പോവോ? നിങ്ങളെ ഒരാൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഒരാളെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂട്ടിടാൻ പോവോ? അനിഷ്ടമായി നമ്മൾ പറയാം, ബ്രദർ എനിക്കിത് ഭയങ്കര പാര പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും നാളെ കണ്ടുപിടിച്ചില്ല, ഇപ്പൊ ഞാൻ കണ്ട് ഇനി ബ്രദറിനെ കൂട്ടുകൂടാൻ ഞാനില്ല. ഞാൻ എന്താണ് ബ്രദർ, എനിക്ക് പാര പണിതുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തൊക്കെ ദ്രോഹം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ അറിഞ്ഞ എന്ത് ചെയ്യും? നമ്മൾ ബ്രദർ നോക്കൂല, ആരും നമ്മളെ കളഞ്ഞിട്ട് നമ്മളെ പണിക്ക് നമ്മൾ പോകും. ഹല്ലേലൂയ. അതേപോലെ ഞാൻ പറയാം, ഇന്ന് പകർക്കെ നിങ്ങളോട് പറയാം, നമ്മള് സത്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കൂട്ടുനിൽക്കണം. ഹല്ലേലൂയ. അല്ല, പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഈ പാപസംബന്ധം മരിച്ചവർ നമ്മളെ തന്നെ എന്തെങ്കിലും കുഴിച്ചിടപ്പെടണം. ഹല്ലേലൂയ. പകരക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഒന്നാമത് യേശുവിനോട് ചേരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്നാനം എടുക്കുന്നത്. രണ്ടാമത്
യേശു നമുക്ക് വേണ്ടി മരിച്ചോ? നമ്മുടെ തെറ്റിന് വേണ്ടി യേശു മരിച്ചത്. യേശു പാപം ചെയ്തിട്ടാണോ മരിച്ചത്? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ പാപത്തിന് വേണ്ടി യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്ത പീലാത്തോസിൽ പറയുന്ന കാര്യമുണ്ട്. ഇവൻ നീതിമാൻ, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് യേശുവിന് മുമ്പിൽ വെച്ച് തന്നെ അവന്റെ കൈ കഴുകുക. അവന്റെ കൈ എന്ത് ചെയ്തു? കഴുകുക. അപ്പൊ യേശു നീതിമാനായിരുന്നിട്ടും അവരെ കുറ്റം വിധിച്ചതിന് കാരണം ഒന്നുള്ളൂ, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു കാൽവരിയിൽ മരിച്ചത്. നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലാതിരുന്നപ്പോ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോ, നമ്മുടെ കണ്ണുനീര് കാണാൻ ആരുമില്ലാതിരുന്നപ്പോ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവരാണ് നമ്മുടെ യേശു. നമ്മുടെ കണ്ണുനീര് തുടച്ചവരാണ് നമ്മുടെ യേശു. നമ്മുടെ യേശു പകൽ നമ്മുടെ കണ്ണുനീര് തുടച്ച യേശുവിലൂടെയാണ് നമ്മൾ ചേരാൻ പോകുന്നത്. എല്ലാവരും കൈവിട്ടപ്പോ നമ്മളെ സഹായിച്ച് നമുക്ക് കൈ തന്ന യേശുവിനോട് നമ്മൾ ചേരാൻ പോകുന്നത്. നമ്മളെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച യേശുവിനോട് കൂടി നമ്മൾ ചേരാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ യേശുവായിട്ട് ഒന്നാവും? ജ്ഞാനത്താൽ മാത്രമേ നമുക്ക് ഒന്നാകാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഒന്നാൻ പറ്റത്തുള്ളൂ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും രണ്ട് വീടുകൾ താമസിക്കും, അവർ വിവാഹ നിശ്ചയം ചെയ്യും. അവര് എങ്ങനെയാണ് ഒന്നാകുന്നത്? വിവാഹത്താൽ, കല്യാണത്തിൽ ഒന്നാകും. എങ്ങനെയാണ് ഒന്നാകുന്നത്? പുരുഷൻ സ്ത്രീയുടെ കയ്യിൽ എന്ത് ചെയ്യും? താലി കെട്ടി ഒന്നാകുന്നത് പോലെ നമ്മൾ യേശുവിനോട് ഒന്നാകുന്നത് സ്നാനത്താൽ ഒന്നാകുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നേരത്തെ കല്യാണം കഴിക്കുമ്പോ സ്ത്രീ പുരുഷന് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ? നാട്ടുകാർ എന്ത് പറയും? അയ്യേ അവളഴിക്ക ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയും. കല്യാണത്തിന് മുമ്പേ അവർ ഒരുമിച്ച് എവിടെയും പോയ ഒരു വണ്ടിയിൽ യാത്ര ചെയ്താൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? കുറ്റം പറയും. പക്ഷെ കല്യാണത്തിന് ശേഷം താലി കെട്ടിക്കഴിഞ്ഞാൽ അവരെന്തായി തീർന്നു? അവർ ഒന്നായി തീർന്നു. അവർ രണ്ടല്ല, അവർ ഒന്നത്രേ. കല്യാണം കഴിഞ്ഞിട്ട് ഓടി കഴിഞ്ഞിട്ട് ആർക്കും ഒരു കുറ്റവുമില്ല. അവർ ഒന്നായി തീർന്നു കഴിഞ്ഞു. കല്യാണത്താൽ ഒന്നായി. ഇതേപോലെയാണ് സ്നാനം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവ് ഒന്നായി തീരുന്നതാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് തെളിവ് വേണം. തെളിവാണ് സ്നാനം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോക്കുന്ന കാര്യത്തിന്റെ കഴുത്തിൽ താലിയുണ്ടോ? അല്ലേ? നമ്മൾ ഒരു പെൺകുട്ടിയെ കണ്ടാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാവരും നോക്കുന്നത് കഴുത്തിൽ താലിയുണ്ടോ? ഇതേപോലെയാണ് നമ്മൾ ഒന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കർത്താവ് ഒന്നാക്കിയത് സ്നാനത്തോടാണ് നമ്മൾ ഒന്നായിത്തീരുന്നത്. പുരുഷനും സ്ത്രീയും നാലാൾക്കാരെ വിളിച്ചുകൂടി, അല്ലെ, ബന്ധുക്കളെ വിളിച്ചുകൂട്ടി താലി കെട്ടി എല്ലാവരുടെ താലി കെട്ടി ഒന്നാകുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? മക്കളുടെ മുമ്പിൽ കാണുകയും നമ്മൾ വെള്ളത്തിൽ മുങ്ങി യേശുവിനോട് ഞാൻ ചേർന്നു എന്ന് നമ്മൾ വിളിച്ചു പറയണം. അതാണ് സ്നാനം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, മുങ്ങി സ്നാനം പെന്തക്കോസ്തയുടെ പരിപാടിയല്ല. നമ്മൾ പറയുന്നത് പെന്തക്കോസ്തയുടെ പരിപാടിയാണ്. ഞാൻ പറയാം പെന്തക്കോസ്തയുടെ പരിപാടിയല്ല. നമ്മൾ യേശുവിനോട് ചേരാൻ വേണ്ടി സ്നാനം എടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാമോ? ഗലാത്യർ എടുക്കാമോ? ഗലാത്യർ അഞ്ചിന്റെ 27 എടുക്കാമോ? ഗലാത്യർ 5:27. ആത്മാവിന്റെ ഫലമോ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? ധരിച്ചിരിക്കുന്നു. താലി എന്ത് ചെയ്യണം? ധരിച്ചിരിക്കുകയാണ്, അല്ലേ? താലി ധരിച്ചിരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് സ്നാനം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കല്യാണക്കാരേക്ക് പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ താലി എപ്പോഴുണ്ടോ? എന്തിനാണ്? ഞാൻ കല്യാണം കഴിച്ചത് കാണിക്കാൻ വേണ്ടി താലിക്കോട്. ഇതേപോലെ സ്നാനം കഴിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ധൈര്യത്തോടെ പറയും, ഞാൻ യേശുവിന്റെ മകളാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട
സ്നാനപ്പെട്ട മകൾ എന്ന് പറഞ്ഞ് ബൈബിളിൽ നമ്മൾ അങ്കിട് വരുന്നത് ബൈബിളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്റെ ഇടത്തോടെ ഇറങ്ങി നടക്കും. യേശുവിനെ ഇറങ്ങി നടക്കും. തന്റെ ഇടത്തോടെ പ്രാർത്ഥനയ്ക്ക് പോകും. തന്റെ ഇടത്തോടെ ഇറങ്ങി നടന്ന് യേശുവിനെ പ്രസവിക്കും. വീടുകൾ കയറി ഇറങ്ങും അല്ലെ? താങ്കൾ ചില വീടുകൾ കയറി ഇറങ്ങും. കാരണം എന്താണ്? യേശുവിനോട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പോലെ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവോട് ചേർന്ന് സ്നാനപ്പെടാത്തവർ നിങ്ങൾ സ്നാനപ്പെടണം. ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാന ഉപദേശം വിളിച്ചവരെ ഒന്നാമത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. രണ്ടാമത് സ്നാനേൽക്കണം. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാലാമത് ഉപദേശം കൈക്കൊള്ളണം. അഞ്ചാമത് നമ്മൾ കൂടി വന്ന് കൂട്ടായ്മ ആചരിക്കണം. ആറാമത് അപ്പം നുറുക്കണം. ഏഴാമത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ യേശു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഈ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. അതിന് ഭയങ്കര ഗ്ലോറി പകൽക്കാലം വ്യാപനത്തിൽ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുന്നവർ അഭിഷേകം പ്രാപിക്കാം. എങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോയ കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് വന്നെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ ആരോട് ചേർന്ന്? അതാണ് കഥ. ബുദ്ധിയുള്ള കന്യകമാർ. ഒരിടത്ത് 10 കന്യകമാരുണ്ടായിരുന്നു. 5 പേരെ എന്ത് ചെയ്തു? ബുദ്ധിയുള്ളവർ. 5 പേർ ബുദ്ധിയില്ലാത്തവർ. മണവാള മരുന്ന് കാത്തിരുന്നു. മണവാള മരുന്നത് കാത്തിരുന്നു. മണവാള അർദ്ധരാത്രിക്ക് വന്ന് പാല് തട്ടി. എല്ലാരും ചാടിപ്പടത്ത് എന്ത് ചെയ്തു? വിളക്കെടുത്ത് തീപ്പെട്ടിയൊക്കെ അടിച്ചു. 5 പേരുടെ വിളക്കിൽ എന്തുണ്ടായിരുന്നു? എണ്ണയുടെ വിളക്ക് എന്ത് ചെയ്തു? കത്തി. മറ്റൊരു 5 പേരെ വെള്ള എണ്ണ ഇല്ലായിരുന്നു. അവര് ഞങ്ങൾ വാങ്ങണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. തിരിച്ചു പോയിട്ട് വരുമ്പോൾ എണ്ണ ഉള്ള 5 പേരെ കൊണ്ട് മണവാളം പോയി. ബാക്കിയുള്ളവർ തള്ളപ്പെട്ടു. ഈ എണ്ണയെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുകയാണ്. എണ്ണയെന്ന് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വരവ് നമ്മൾ എടുക്കപ്പെടത്തുള്ളൂ. എനിക്ക് കാറുണ്ട്, അങ്ങനെ ബൈക്കുണ്ട്. ബൈക്കിൽ എണ്ണയിലെ വണ്ടി ചാർജാവോ? വണ്ടി ഓടിക്കാൻ പറ്റോ? അപ്പൊ എന്ത് വേണം? അടുത്ത ആണ്ടൊക്കെ കരം കൊടുത്തു എണ്ണ വേണം. കരം കൊടുത്തു എണ്ണ വേണം. എണ്ണ വേണം. എണ്ണ ഉണ്ടെങ്കിലേ യേശുവിനോട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പ്രാപിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്നാമത് മാനസാന്തരപ്പെടണം. രണ്ടാമത് ജ്ഞാനം ഏൽക്കണം. എങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ യേശു വന്നാൽ എടുക്കപ്പെടത്തുള്ളൂ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ആ മാനസാന്തരപ്പെടേണ്ടവർ ഇപ്പോൾ തന്നെ ഒന്ന് ദൈവത്തിന് പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കേ. ഇതുവരെ ഞാൻ മാനസാന്തരപ്പെട്ടില്ല, എന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തില്ല എന്ന് പറയുന്നവർ ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റുപറ, കർത്താവേ, സകല പാപത്തെ ക്ഷമിക്കണമേ. എല്ലാവരും നിങ്ങളെ സമർപ്പിക്കും. മാനസാന്തരപ്പെടാത്തവർ ആദ്യമായിട്ട് വന്നവർ പുതുതായിട്ട് വരുന്നവരെല്ലാവരും നിങ്ങളെ സമർപ്പിക്കും. കർത്താവേ, എന്റെ എല്ലാ കുറവുകളും നീ ക്ഷമിക്കണമേ. എന്റെ എല്ലാ കുറവുകളും നീ ക്ഷമിക്കണമേ. എന്റെ പാപത്തെ നീ ക്ഷമിക്കണമേ. എന്റെ പാപത്തെ നീ ക്ഷമിക്കണമേ. എന്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ. എന്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ. അപ്പാ, എനിക്ക് അങ്ങയുടെ മകനായിട്ട് മാറണം. അപ്പാ, എനിക്ക് അങ്ങയുടെ മകനായിട്ട് മാറണം. എനിക്ക് അങ്ങയുടെ മകളായിട്ട് മാറണം. അപ്പാ, എന്റെ ജീവിതത്തിൽ എല്ലാ പാപങ്ങളും നീ ക്ഷമിക്കണമേ. ഞാൻ ആരെങ്കിലും അറിയാതെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. ഇന്ന് പകരക്കാരെ സഹോദരൻ ഞാൻ പറയാം, ഇവിടെ ചെയ്ത ഏത് പാപങ്ങളും കർത്താവ് ക്ഷമിക്കും. ഇന്ന് പകരം ഒരു വാക്ക് പറഞ്ഞാൽ, അപ്പാ, ഞാൻ തെറ്റിപ്പോയി, അപ്പാ,
ഞാൻ തെറ്റിപ്പോയി, അമ്മ ഞാൻ തെറ്റിപ്പോയി, അമ്മ ഞാൻ തെറ്റിപ്പോയി, അമ്മ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. 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 പറയുമ്പോ തന്നെ നിങ്ങൾ സകല പാപത്തെ കർത്താവ് ക്ഷമിക്കണം. ഇപ്പോ തന്നെ ആ യേശു നിങ്ങളെ തൊടുകയാണ്, ആ യേശു നിങ്ങളെ തൊടുകയാണ്, ആ യേശു നിങ്ങളെ തൊടുകയാണ്. ഇപ്പോ തന്നെ യേശു നിങ്ങളെ തൊടുന്നു. കർത്താവിനെ തൊടുക. ഇപ്പോ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുക. കർത്താവ് തൊടുന്നു. നിങ്ങൾ സകല പാപത്തെ കർത്താവ് ക്ഷമിക്കുന്നു. എത്ര വലിയ പാപമാണെങ്കിലും നിങ്ങൾ ആരെടുത്ത് ഉപസരിക്കണ്ട. നിങ്ങൾ ഒരു മതത്തിലും പറയണ്ട, ഒരു അച്ഛൻ്റെ അടുത്ത് പാപത്തെ പറയണ്ട. നിങ്ങൾ യേശുവിനോട് പറഞ്ഞാൽ യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്, 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 യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലത്ത് ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. വചനം പറയും, നിങ്ങളുടെ പാപങ്ങൾ എത്ര തന്നെ കടിച്ചു വെക്കാനും ഞാൻ അവരെ ഹിമം പോലെ വെളുപ്പിക്കും, ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നീ ഇവരെ സഹായിച്ചതിന് നന്ദി, ഇവരെ തൊട്ടതിനായി നന്ദി, ഇവരുടെ സകല പാപത്തെ നീ ക്ഷമിച്ചതിനായി നന്ദി. നിങ്ങളുടെ എല്ലാ പാപത്തെ കർത്താവ് ക്ഷമിക്കുകയാണ്, യേശു ക്ഷമിക്കുകയാണ്. നിങ്ങളുടെ സകല പാപത്തെ 2024 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഏറ്റു പറയുമ്പോൾ തന്നെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. സ്പോഞ്ചിൽ വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല പാപത്തെ കർത്താവ് ഒപ്പിയെടുക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ സകല പാപത്തെ പോക്കി ശുദ്ധീകരിക്കുക. കർത്താവെ, ഞാനൊരു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെയ്തതിനെ നന്ദി. കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. സ്നാനം എടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യേശുവിനോട് ചേരണമെന്ന് താല്പര്യം. പുതുതായിട്ട് വന്നവർ എനിക്ക് യേശുവിനോട് ചേരണമെന്ന് പറയുന്നവർ മാത്രം കരകയർത്തി പിടിക്കുക. ഹല്ലേലൂയ. മൂന്ന് മനസ്സുണ്ട്, 3 പേരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്നാനം എടുക്കാൻ താല്പര്യം വരുന്ന ബുധനാഴ്ച. ഓക്കെ, 4 പേരുണ്ട്, 4 പേര്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ കർത്താവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്ക്. നമ്മൾ വേറെ ഒന്നിനു വേണ്ടി എല്ലാം സ്നാനം എടുക്കുന്നത് യേശുവിന് വേണ്ടി ചേരാൻ വേണ്ടിയാണ്, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ പോയി സ്നാനം എടുക്കുന്നത് യേശുവിന്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടി സ്നാനം എടുക്കുന്നത്. ഇപ്പോൾ തന്നെ ദൈവത്തിനെ തൊടുക. ഞാൻ നിർബന്ധിച്ചെടുക്കുന്ന പൂർണ്ണ മനസ്സോടെ നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ നീ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്നാനം തരാൻ തയ്യാറാണ്. ജീവിച്ചാലും മരിച്ചാലും യേശുവിനെ പറഞ്ഞുകൊണ്ട് 4 പേര് ഇപ്പോൾ തന്നെ കർത്താവേ, ഞാൻ 4 പേര് ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും കരകയറ്റി പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനെ നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ